ഞാൻ ഡോക്ടർ ജോളി തോംസൺ. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിൽ മരുന്നുകൾക്കും ഓപ്പറേഷനുകൾക്കും പകരം ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന് ഊന്നൽ നൽകുന്നു. എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഓപ്പറേഷൻ ഒഴിവാക്കാനും മരുന്നുകൾ കുറച്ചുകൊണ്ടുവന്ന് നിർത്താനും കഴിഞ്ഞ രോഗികളുടെ കേസ് സ്റ്റഡിയാണ് ഈ സീരീസ്. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനുമല്ല, അതിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുക എന്ന അവബോധം എല്ലാവരിലും ഉണ്ടാക്കുക എന്നതാണ് ഈ വീഡിയോകളുടെ ലക്ഷ്യം. ഇത് 50 വയസ്സുള്ള ലേഡിയാണ്. അവരുടെ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതിയാണ്. അത് അത്ര കോമൺ ആയിട്ട് സാധാരണ നമ്മൾ ഹാർട്ടിന് ബ്ലോക്കാണല്ലോ വരുന്നത്. ഹാർട്ട് ഡിസീസിനെ കുറിച്ചാണ് നമ്മളെപ്പോഴും കേൾക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനെ ട്രീറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷേ ഇത് ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതിയാണ്. അവർ 10 വർഷമായി അത് കണ്ടുപിടിച്ചിട്ട്. അത് അറിഞ്ഞിട്ട് ശ്വാസമുട്ടലും അങ്ങനെ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വാസമുട്ടൽ പോലെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ശ്വാസമുട്ടൽ വരിക. പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങുമ്പോൾ ശരിക്കും കിടന്നുറങ്ങാൻ പറ്റില്ല, ചാരി ഇരുന്ന് ഉറങ്ങാനേ പറ്റുന്നുള്ള ഒരവസ്ഥയാണിപ്പം. പിന്നെ വായ്ക്കകത്തും തൊണ്ടയ്ക്കും ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ഈവൻ നാക്കിന് ഒരു ബേണിങ് സെൻസേഷൻ ആണെന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ റെയറായിട്ട്, കാരണം ഈ അസുഖം തന്നെ അത്ര കോമൺ അല്ല എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് വെരിക്കോസ് വെയിൻസ് ഉണ്ട്. അത് കൂടാതെ പിന്നെ ഫാറ്റി ലിവർ ഉണ്ട്. പിന്നെ ഈ വയറിന് ഇപ്പോൾ ഈ പല ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഗേർഡ്, അതായത് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് ഉണ്ട്. പിന്നെ സ്കാനിങ് നോക്കുമ്പം ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്. അപ്പം ഇതൊക്കെ സബായിട്ട് വരുന്നത്. അപ്പം മേജർ പ്രോബ്ലം ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ മസിൽ ഓവറായിട്ട് തടിച്ചു വരിക, പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിലെ മസിലുകൾ കട്ടി കൂടി വരിക. എന്നിട്ട് അത് തന്നെ പോയി രക്തത്തിൻ്റെ ഫ്ലോയെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ അറയുടെ ഇപ്പം ഭിത്തി കൂടി വന്നു കഴിയുമ്പോൾ അറ ചുരുങ്ങി പോകുന്നു. അതുപോലെ അതിന് പുറത്തേക്കുള്ള ഡോറിന് ഇത് പോയി ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിനകത്തെ പ്രോബ്ലം. അപ്പോൾ അതിനകത്ത് ആകെ നമുക്ക് അവരോട് പറഞ്ഞിരിക്കുന്നത്, ഒരു കാർഡിയോളജിക് സർജൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ അടുത്ത് ഇനി ആകെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ഒരു ഓപ്പൺ സർജറിയാണ്. ഹാർട്ട് തുറന്നിട്ടുള്ള ഹാർട്ടിൻ്റെ അകത്ത് പോയി ആ മസിൽ കുറച്ച് കട്ട് ചെയ്ത് കളയുക, മസിൽ വാൾ കുറച്ച് കട്ട് ചെയ്ത് കളയുക. അതത്ര സിമ്പിൾ സർജറി അല്ല, അതൊരു മേജർ സർജറിയാണ്. ഹാർട്ട് ലങ് മെഷീനൊക്കെ വെച്ച് ആ ഓപ്പറേഷൻ തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ഈ നമ്മുടെ സ്റ്റേർണം, നമ്മുടെ നെഞ്ച് തുറന്ന് കട്ട് ചെയ്ത് അതുപോലെ ഹാർട്ടിനെ ഓപ്പൺ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ഒരു സർജറിയാണ്. അപ്പോൾ അത് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ പക്ഷേ ഇവർക്ക് ഒട്ടും പറ്റുന്നില്ല. ഇവൻ ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ എങ്ങനെ മരുന്ന് കുറച്ചു കൊണ്ടുവന്ന് നിർത്താനായി, ഓപ്പറേഷൻ ഒഴിവാക്കാനായി, അസ്വസ്ഥതകൾ കുറയാൻ എത്ര നാൾ വേണ്ടി വന്നു, പരിശോധനാഫലങ്ങളിലുണ്ടായ പുരോഗതി തുടങ്ങിയാണ് ഇതിൽ വിശദീകരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പേഷ്യൻ്റെ ഡീറ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 വയസ്സുള്ള ലേഡിയാണ്. അവരുടെ പൊക്കം 159 സെൻറ്റിമീറ്റർ, തൂക്കം 60 കിലോ. അവരുടെ 50 വയസ്സാണെങ്കിൽ അവരുടെ ബോഡി ഏജ് 55 ഉണ്ട്. അതായത് 5 വർഷത്തെ ആക്സിലറേറ്റഡ് ഏജിങ് അല്ലെങ്കിൽ കാലവാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ വരുന്നുണ്ട്. പിന്നെ വയറ് നന്നായിട്ടുണ്ട്, 97 സെൻറ്റിമീറ്റർ ഉണ്ട് വയറ്. അതുപോലെ ഫാറ്റ് പെർസെൻറ്റേജ് ഒത്തിരി കൂടുതലാണ്. ബോഡിയിൽ കൊഴുപ്പ് 35.2% ഉണ്ട്. അപ്പോൾ അതാണ് കൊഴുപ്പ് കൂടുമ്പോഴാണ് വയറ് കൂടുന്നത് ശരിക്കും. നെക്സ്റ്റ് അവരുടെ അസുഖത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം മുട്ടലും അതുപോലെ നെഞ്ചിടിപ്പ്, ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിടിപ്പ് വരിക, ഇതെല്ലാം വന്നപ്പോഴാണ് ടെസ്റ്റുകൾ നോക്കി കുറേ വർഷങ്ങളായി, 10 വർഷമായി അത് ഡയഗ്നോസ് ചെയ്തു. ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ബേസിക്കലി ഈ ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞാൽ അതൊരു ഹെറിഡിറ്ററി ഡിസീസ്, അതല്ല ഒരു പാരമ്പര്യ രോഗം പോലെ വരുന്നത്. അത് നമ്മുടെ ഒരു ജനറ്റിക് ആണെന്ന് പറയാം. അപ്പോൾ ചില സ്പെഷ്യൽ ജീൻസ് ഉള്ളവർക്കൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ കുടുംബത്തിലിപ്പം ഒരാൾക്കുണ്ടെങ്കിൽ അവരുടെ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കസിൻസിന്, അതിൽ ഫാമിലി റൺ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ചിലർക്ക് അത് ഓരോരുത്തരുടെ ജീവിതശൈലി, ഇപ്പോൾ നമുക്ക് ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരമ്പര്യ ഘടകം ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത് എല്ലാവരിലും വരണമെന്നില്ല. അവരുടെ ജീവിതശൈലിയായിട്ടും കൂടി ബന്ധപ്പെട്ടായിരിക്കും അത് എക്സ്പ്രസ്ഡ് ആകുന്നത്. അപ്പം ഇവരുടെ ഇതിൽ 10 വർഷമായിട്ട് അത് കൂടി വരും. ഇതിന് മരുന്നായിട്ട് പറയാനൊന്നുമില്ല. ആകെ ഈ നെഞ്ചിടിപ്പ് വരുമ്പോൾ കുറയ്ക്കാനായിട്ട് ഈ ബീറ്റാ ബ്ലോക്കേഴ്സ്, അതായത് BP കുറയ്ക്കാനും നെഞ്ചിടിപ്പ് കുറയ്ക്കാനുള്ള പ്രൊപ്പനലോൾ എന്നൊക്കെ പറഞ്ഞ് ചില ബീറ്റാ ബ്ലോക്കേഴ്സ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുണ്ട്. അത് മാത്രമേ ഇതിന് മരുന്നായിട്ട് കൊടുക്കാനുള്ളൂ. പിന്നെ ഒത്തിരി പാൽപിറ്റേഷൻ ഒത്തിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേസ് മേക്കർ വയ്ക്കുക, അങ്ങനെ ചിലപ്പോൾ ഹാർട്ട് ബ്ലോക്ക് പോലെയും വരാം. ഇതിനകത്ത് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ ഇതിനകത്ത് വരാം. കാരണം ഈ ഹാർട്ടിൻ്റെ നെർവ്സ് പോകുന്നത് ഈ മസിൽ കൂടെയാണല്ലോ. അപ്പോൾ അതിന് വരുന്ന ഡാമേജ് കൊണ്ട് അങ്ങനെ ഹാർട്ട് ബ്ലോക്കൊക്കെ വന്ന് പേസ് മേക്കർ വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. പിന്നെ ഉള്ളത് ഓപ്പറേറ്റീവ് പ്രൊസീജിയറാണ്. അപ്പം ഇവരോടും അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഒരു ഓപ്പറേഷൻ ചെയ്ത് ആ ഹാർട്ടിൻ്റെ മസിലിൻ്റെ കുറേ ഭാഗം എടുത്തു കളയാൻ നോക്കാം. അത് മാത്രമേ ചെയ്യാനുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മൾ കൂടുതൽ ഇത് ചെയ്യുന്ന ചിലൊരു എക്സ്പെരിമെൻ്റലായിട്ടോ അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ഈ ഹാർട്ട് മസിലിലേക്ക് ആൽക്കഹോൾ ഇഞ്ചെക്ട് ചെയ്ത് അതിനെ നമ്മൾ നശിപ്പിക്കുന്ന പോലെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റും ഇപ്പം പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്ര ഇഫക്റ്റീവായിട്ടൊന്നും വന്നിട്ടില്ല. ഈവൻ ഈ ഓപ്പൺ ഹാർട്ട് സർജറി, മറ്റേ ഈ സർജറി ചെയ്യണമെങ്കിൽ ഈ ഹാർട്ടിൻ്റെ മസിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേജർ ഓപ്പറേഷനാണ്. നമ്മളെ ഈ സ്റ്റേണം മെയിൻ ബോൺ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് പിന്നെ അത് ഹാർട്ട് ലങ് മെഷീനിൽ വെച്ച് പിന്നെ ഹാർട്ടിനെ ഓപ്പൺ ചെയ്ത് ഹാർട്ടിൻ്റെ പെരിക്കാർഡിയം മാത്രമല്ല, അപ്പോൾ നമ്മൾ ബൈപ്പാസ് സർജറിയിലാണ് ഹാർട്ടിനെ ഓപ്പൺ ചെയ്യുന്നില്ല, ഹാർട്ടിൻ്റെ പെരിക്കാർഡിയം അതിൻ്റെ ഒരു മെമ്പറൈൻ മാത്രമേ ഓപ്പൺ ചെയ്യേണ്ടുള്ളൂ. ഇത് നമ്മൾ ഹാർട്ടിനെ തന്നെ കട്ട് ഓപ്പൺ ചെയ്താലല്ലേ നമ്മൾ മസിലിനെ മാറ്റാൻ പറ്റുള്ളൂ. ഉള്ളിൽ കൂടി ചെന്നിട്ട് മസിലിനെ മാറ്റേണ്ടി വരും. അപ്പോൾ അത് വെരി കോംപ്ലിക്കേറ്റഡ് സർജറിയാണ്. അപ്പോൾ ആ സർജറിയിൽ തന്നെ കോംപ്ലിക്കേഷൻസും വരാം. പക്ഷേ ഇവരുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത, ഒന്നും ചെയ്യാൻ പറ്റില്ല, കിടന്നുറങ്ങാൻ പറ്റില്ല, അസ്വസ്ഥതകളാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തതല്ല. ഒരു മിനിറ്റ് ഉറങ്ങി കണ്ണടയ്ക്കുമ്പോഴേക്കും ഈ ശ്വാസം മുട്ടലൊന്ന് എഴുന്നേൽക്കുന്ന ബുദ്ധിമുട്ടാണ്. പിന്നെ അതുകൂടാതെ ഈ ത്രോട്ടിന് ഡിസ്കംഫർട്ടാണ് പറയുന്നത്. അതുപോലെ ഈ ടങ്ങയിലൊക്കെ ബേണിങ് സെൻസേഷനാണ്, തൊണ്ടയ്ക്ക് വേദന വരുന്നു. പിന്നെ അവർ പല ഇൻവെസ്റ്റിഗേഷനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് വെരിക്കോസ് വെയിൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ട് ടെസ്റ്റുകളിൽ. പിന്നെ എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ട്, അതിൽ ഗേർഡ് കാണിക്കുന്നുണ്ട്, ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സും വരുന്നുണ്ട്. അതും ഇതിന് ഈ അഗ്രവേറ്റ് ചെയ്യും. കാരണം ഇത് ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഉള്ളവർക്കും ഈ പ്രശ്നം ശ്വാസം മുട്ടലും ഉറക്കം പറ്റാതെ വരികയും ഇതൊക്കെ കയറി വരാം. പിന്നെ ഗോൾ ബ്ലാഡർ സ്റ്റോണും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പ്രോബ്ലം. അപ്പം നമ്മൾ ഡിസീസ് കാറ്റഗറി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറ്റിക് പ്രോബ്ലം ഉണ്ട്, അതുപോലെ മെറ്റബോളിക് പ്രശ്നങ്ങളുണ്ട്. മെറ്റബോളിക് പ്രശ്നം കുറച്ചൊരു ഓവർ വെയ്റ്റ്, കുടവയറുണ്ട്, അബ്ഡോമിനൽ ഒബേസിറ്റി ഉണ്ട്, അതുപോലെ ഫാറ്റി ലിവർ, അതായത് ഈ ഗോൾ ബ്ലാഡർ സ്റ്റോണ്, ഇതൊക്കെ ഒരു ഓട്ടോഇമ്യൂൺ ഒരു മെറ്റബോളിക് ഡിസീസിൻ്റെയാണ്. പിന്നെ ഒരു ഓട്ടോഇമ്യൂൺ ഫാക്ടർ ശരിക്കും ഈ ഗേർഡ് അല്ലെങ്കിൽ ഗാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് എന്നൊക്കെ പറയുന്ന ഒരു ഓട്ടോഇമ്യൂൺ ഫാക്ടറും അതിനകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. ഈ അസിഡിറ്റിയൊക്കെ അതും ചില ഒരു ഓട്ടോഇമ്യൂൺ ഫാക്ടറും കൂടെ ചിലരിലൊക്കെ അട്രോഫിക് ഗാസ്ട്രൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ വരും. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സിംറ്റം വൈസ് നോക്കുമ്പം പിന്നെ ഡിസീനസ് പോലെ ബ്രെത്ത്ലെസ്നെസ് ഉണ്ട്, ചെസ്റ്റ് പെയിൻ ഉണ്ട്, ഡിസീനസ് വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തലകറക്കം പോലെ വരുന്നുണ്ട്, അസിഡിറ്റിയും ഗ്യാസ്ട്രിക് ഹാർട്ട് ബേൺ പോലെ നെഞ്ചുവേദനയുണ്ട്. അതുപോലെ ഈ നമ്മൾ അസിഡിറ്റിക്ക് പറയില്ലേ ഹാർട്ട് ബേൺ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുണ്ട്. നടക്കുമ്പോഴാണ് ഈ തലകറക്കം വരുന്ന പോലെ വരുന്നത്. വായിക്കകത്തോ ത്രോട്ടിനകത്തോ ഒക്കെ ബുദ്ധിമുട്ടുകളാണ് ബേസിക്കലി. നെക്സ്റ്റ് അവർ മരുന്നെടുക്കുന്നത് അധികം മരുന്നൊന്നുമില്ല. കോൺകോർ എന്ന് പറഞ്ഞത് ബിസോപ്രിലോൾ, അതൊരു ബീറ്റാ ബ്ലോക്കർ ഗ്രൂപ്പിൽ വരുന്ന മരുന്നാണ്. അത് നെഞ്ചിടിപ്പ് കൂടുമ്പം അത് കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. അതിപ്പോൾ ഇങ്ങനെ ഇത്രയും ദിവസമുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിടിപ്പ് വരും, പാൽപിറ്റേഷൻ, ആകെ അത് അന്നേരം വരുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടാകും. അല്ലെങ്കിൽ അസ്വസ്ഥയാണ്. ഇതും കൂടെ വരുമ്പോൾ അതായത് ഈ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ വയറിങ്ങിന് വരുന്ന ഒരു പ്രോബ്ലമാണ്. അത് ഈ മസിലൊക്കെ തിക്കൻ്റാണല്ലോ, മസിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രിക്കൽ വയറാണ്. അതിലും കൂടെ ഡാമേജ് വരുമ്പോഴാണ് ഈ പാൽപിറ്റേഷൻ വരുന്നത്. അത് ഒരു ഓട്ടോഇമ്യൂൺ കാറ്റഗറിയിലാണ് അത് വരുന്നത്. നെക്സ്റ്റ് ബ്ലഡ് ടെസ്റ്റുകൾ നോക്കിക്കഴിയുമ്പം അവർക്കൊരു വൈറ്റമിൻ ഡിയിൽ കുറച്ച് കുറവുണ്ട്, കൊളസ്ട്രോൾ കൂടുതലുണ്ട്, അതായത് ഡിസ്ലൈപ്പിഡീമിയ ഉണ്ട്, കൊളസ്ട്രോൾ 263 ഉണ്ട്, പിന്നെ ട്രോപ്പോണിൻ ലെവൽ കൂടുതലാണ്. നമ്മൾ കാർഡിയാക് പേഷ്യൻസിന് പ്രത്യേകിച്ച് നമ്മൾ ഈ ബ്ലോക്കൊക്കെ ഉള്ളവർക്ക് അഞ്ചേനയൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇപ്പം ട്രോപ്പോണിനായി കൂടുതലും ഉണ്ടായിരുന്നു. അതാണ് ഇതിനകത്ത് കാണുന്നത്. നെക്സ്റ്റ് പിന്നെ ഈ എക്കോ കാർഡിയോഗ്രാം എടുക്കുമ്പം അതിന് ഡയഗ്നോസ്ഡാണ് ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി. അതിങ്ങനെ വർഷങ്ങളായിട്ട് അവർ റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മോഡറേറ്റ് എം ആർ എന്ന് പറഞ്ഞാൽ മൈട്രൽ വാൽവ് റീഗർജിറ്റേഷൻ ഉണ്ട്. പിന്നെ ഡയലേറ്റഡ് ഏട്രിയം, അതായത് മൈട്രൽ വാൽവിന് അത് ലീക്കേജ് വരുന്നുണ്ട്, മൈട്രൽ ഈ ഏട്രിയം വെൻട്രിക്കിളും തമ്മിലുള്ള. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഏട്രിയം, അതായത് മുകളിലത്തെ ചേംബർ, 4 അറകളാണല്ലോ, അതിൽ ഈ താഴത്തെ ലെഫ്റ്റ് ലോവർ അറയിൽ നിന്നാണ് നമ്മൾ ബോഡിയിലേക്ക് പമ്പ് ചെയ്യുക. അതിൻ്റെ മുകളിലത്തെ അറ വീർന്നു എന്നുള്ളതാണ് വേറൊരു പ്രോബ്ലം. ഈ റീഗർജിറ്റേഷനും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ അയോട്ടിക് വാൽവ്, എല്ലാ വാൽവിനും തന്നെ ഡാമേജ് ഉണ്ട്. അയോട്ടിക് വാൽവിന് ഡാമേജ് ഉണ്ട്, പൾമണറി റീഗർജിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഹൈപ്പർട്രോഫി ആയിട്ടും കൂടെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പിന്നെ അബ്ഡോമിനിൽ ഫാറ്റി ലിവർ ഉണ്ട്, ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്, ഒരു 10x5 സെൻറ്റിമീറ്ററുള്ള ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോണും ഉണ്ട്. ദെൻ നമ്മൾ ബോഡി പാരാമീറ്റേഴ്സിലേക്ക് വരുമ്പം അവർക്ക് ഹൈറ്റ് 159 സെൻറ്റിമീറ്ററാണ്, അപ്പം വെയ്റ്റ് 60ആണ്. അപ്പം മാക്സിമത്തിലും ശരിക്കും കുറച്ച് കൂടിയാണ് നിൽക്കുന്നത്. പിന്നെ നന്നായിട്ട് BMI 23.7, ഇന്ത്യൻസിന് ശരിക്കും മാക്സിമം ആകുന്ന BMI 23 ആണ്.
നെക്സ്റ്റ് വയറിൻ്റെ സർക്കംഫറൻസ് ഒത്തിരി കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു 70 സെൻറ്റിമീറ്റർ താഴെ നിൽക്കുന്നത് 97ഉണ്ട്. അതായത് വയറിൽ ഒത്തിരി കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെന്നാണ്. പിന്നെ ബോഡി ഏജ്, ശരിക്കും അവർക്ക് ഏജ് 55 ആണെങ്കിലും ബോഡി ഏജ് 50 ആണെങ്കിലും ബോഡി ഏജ് 55 ഉണ്ട്. 5 വയസ്സ് ആക്സിലറേറ്റഡ് ഏജിങ് ഉണ്ട്. ഫാറ്റ് പെർസെൻറ്റേജ് ഐഡിയലി ലേഡീസിന് വേണ്ടത് ഒരു 25% ആണ്. പക്ഷേ ഇത് 35.2 ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് ഒത്തിരി കൂടുതലുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്തൊരു ഇതായിട്ട് കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ ബേസിക്കലി ഫുഡും എക്സസൈസും ആണ് വരുന്നത്. അപ്പം ലൈറ്റായിട്ടുള്ള ഒരു ഏത് അസുഖമാണെങ്കിലും ഇതിപ്പം നമ്മൾ ഇത്തരം പേഷ്യൻസ് ഇത് ഹെറിഡിറ്ററി ആണ്, ഇങ്ങനെ പല മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ മസിൽ ഹൈപ്പർട്രോഫിയാണ് വരുന്നത്. അപ്പോൾ അതിലെന്താണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബോഡി കോമ്പോസിഷൻ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് നമ്മളിത് തുടങ്ങുന്നത്. അപ്പം അവർക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും നമുക്കൊരു റിസൾട്ട് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്യാനുള്ളത്, നമുക്ക് ബോഡിക്ക് വേണ്ട ന്യൂട്രീഷൻ കൊടുക്കുക, ബോഡിയിൽ ഇപ്പോൾ എക്സസ് കൊഴുപ്പുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. പിന്നെ ഈ ഗേർഡൊക്കെ നമുക്ക് വെരി ഈസി ആയിട്ട് നമുക്കത് പറയാൻ പറ്റും. അതായത് ഗേർഡ്, ഈ ഗ്യാസ്ട്രോഇസോഫാഗൽ റിഫ്ലക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, ഫാറ്റി ലിവർ, അവരുടെ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് കുറവ് വരുത്തുമെന്ന് ഉറപ്പിച്ച് പറയാം. കാരണം അത് നമ്മൾ സ്ഥിരം കാണുന്നതുമാണല്ലോ. ഫാറ്റി ലിവർ കുറയും, ഗ്യാസ്ട്രോഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസിനും ഗോൾ ബ്ലാഡർ ഡിസീസിനും ഒക്കെ ബെനിഫിറ്റ് കിട്ടും. പക്ഷേ നമ്മൾ ഈ ഒബ്സ്ട്രറ്റിക് കാർഡിയോമയോപ്പതിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് ഇതായിട്ട് പറയാൻ പറ്റില്ല. ഒൺലി തിങ്, നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്ത് ഈ കൊഴുപ്പൊക്കെ കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, വയറൊക്കെ കുറഞ്ഞു വരുമ്പം ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ പേഷ്യൻറ്റിനോട് പറയാൻ പറ്റുള്ളൂ. പിന്നെ പേഷ്യൻ്റ് എത്ര കറക്റ്റായിട്ട് ചെയ്യുന്നതിനനുസരിച്ചും കൂടി ഇരിക്കും. ബേസിക്കലി ഈ ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞ് ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് മാത്രമാണ്. അപ്പോൾ അവർ വരുമ്പോഴും നമ്മളത് പറഞ്ഞിട്ടാണ്. നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ളതാണ്, നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കാരണം അല്ലെങ്കിൽ അവർക്ക് നെക്സ്റ്റ് പോകാവുന്നത് ആകെ ഈ ഓപ്പൺ ഹാർട്ട് സർജറിയാണ് അവരോട് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ആകെ ഒരു മാർഗ്ഗമായിട്ട്. പക്ഷേ അതിനും ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ടും ഒരു റിസൾട്ടും ഗ്യാരണ്ടീഡ് അല്ല. അതുകൊണ്ടും കൂടെയാണ് അവരിത് എടുക്കാനായിട്ടുള്ള കാരണം. അപ്പം ബേസിക്കലി നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത് ഫുഡ്, കറക്റ്റ് ന്യൂട്രീഷനായിട്ടുള്ള ഫുഡ്, ലൈറ്റായിട്ടുള്ള എക്സസൈസ്, ബെഡിൽ കിടന്ന് ചെയ്യുന്നത്. കാരണം ഹാർട്ട് പേഷ്യൻ്റ് ആണ്, ഒത്തിരി ഒന്നും ചെയ്യാനും പറ്റില്ല. എല്ലാവർക്കും അത് തന്നെ ഉള്ളൂ. ഏത് പറ്റുന്നവർക്കാണെങ്കിലും അതുപോലത്തെ തന്നെ എക്സസൈസാണ് പറയുന്നത്. അപ്പം ഇവരുടെ ഈ ഒരാഴ്ച ആയപ്പോഴേക്കും തന്നെ ഇവരുടെ സിംറ്റമാറ്റിക്സിലുള്ള എല്ലാം തന്നെ ഒരു 50 to 80% റിസൾട്ട് വന്നെന്നുള്ളതാണ്. അപ്പോൾ അവർ വളരെ കംഫർട്ടബിളായി 8th ഡേ വരുമ്പോൾ തന്നെ അവർക്ക് റീസണബിളി ഉറങ്ങാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് എത്തിയെന്നുള്ളതാണ്. 15th ഡേ ആയപ്പോഴേക്കും ഷീസ് ഓൾമോസ്റ്റ് എല്ലാ സിംറ്റംസും, ആക്ച്വലി ഈ ബ്രെത്ത്ലെസ്നെസ്, ചെസ്റ്റ് പെയിൻ, ഡിസീനസ് ഒക്കെ ഒരു 50% 7th ഡേ 8th ഡേ ആയപ്പോഴേക്കും കുറഞ്ഞു. ആസിഡിറ്റി, നെക്ക് ആൻഡ് ബാക്ക് പെയിൻ, സ്ലീപ്പ് അപ്നിയ, മൗത്തിൽ വായിക്കാത്ത ഡിസ്കംഫോർട്ടൊക്കെ ഒരു 80% പോയെന്നാണ് പറയുന്നത്. പിന്നെ ആകെ 15th ഡേ വരുമ്പോഴേക്ക് ആ ബ്രെത്ത്ലെസ്നെസ് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളത് അതും, പിന്നെ ആകെ ഈ ആസിഡിറ്റി, വയറിൻ്റെ ഒരു കുറച്ചൊരു ഡിസ്കംഫോർട്ടുമാണ് റിമൈനിങ് ആയിട്ടുള്ളത്. അതൊരു 70-80% ഒക്കെ ഉള്ളൂ. 30 ഡേയ്സ് വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് സിംറ്റം ഫ്രീ ആയി. മിനിമൽ ഒരു 90% ചെറിയ ബ്രെത്ത്ലെസ്നെസ്സിലും ഒക്കെ ഒരു 90% റിലീഫായി. 60th ഡേ വരുമ്പോഴേക്കും അവർ കംപ്ലീറ്റ്ലി സിംറ്റം ഫ്രീ ആയെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ആക്ച്വലി. അതുപോലെ തന്നെ മെഡിസിൻ്റെ കാര്യമാണെങ്കിൽ ഈ കോൺകോറാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഡിസപ്രിലുള്ള. അത് BP-ക്കും ഈ പാൽപിറ്റേഷനും കൊടുക്കുന്നത്. അത് 8th ഡേ കഴിഞ്ഞപ്പോൾ അത് ആദ്യം തന്നെ അവർ കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് കുറച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. 8th ഡേ ആയപ്പോൾ അരയാക്കാൻ പറഞ്ഞു. പിന്നെ 15th ഡേ ആയപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. അതായത് നെഞ്ചിടിപ്പ് വല്ലതും വന്നാൽ മാത്രം എടുക്കുക. അപ്പോൾ അവർ 30 ഡേയ്സ് കഴിഞ്ഞിട്ട് അവർക്ക് അങ്ങനെ ഒരു നെഞ്ചിടിപ്പ് വന്നിട്ട് അവർക്കത് എടുക്കേണ്ട വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു SOS മെഡിസിൻ, അത് ആവശ്യം ഉണ്ടെങ്കിൽ കഴിക്കണം. അതിനാണ് നമ്മൾ മെഡിക്കലി പറയുമ്പോൾ SOS മെഡിസിൻസ് എന്ന് പറയും. നെക്സ്റ്റ് ബ്ലഡ് പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ അത് പിന്നെ നമ്മൾ സപ്ലിമെൻറ്റ്സ് കറക്റ്റ് ചെയ്തു. 60 ഡേയ്സ് ആയപ്പോഴേ പിന്നെ നോക്കിയുള്ളൂ, അപ്പോഴേക്കും അത് കറക്റ്റ് ആയിട്ടുണ്ട്. കൊളസ്ട്രോള് പോലെ ഡിസ്ലൈപ്പിഡീമിയ ആക്ച്വലി ഒരു പതുക്കെയാണ് അത് കുറഞ്ഞത്. ആദ്യം ശരിക്കും പറഞ്ഞാൽ കൊളസ്ട്രോൾ ഇച്ചിരി കൂടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് 15th ഡേ ആയപ്പോഴേക്കും കുറയാൻ തുടങ്ങി. 30th ഡേ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മളുടെ കണക്കനുസരിച്ച് എല്ലാം കുറഞ്ഞു. നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ 202 എത്തി. അത് നമ്മൾ നോർമലായിട്ടാണ് എടുക്കുന്നത്. ട്രൈഗ്ലിസറൈഡ് നോർമലാണ്, HDL നന്നായിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് 30 ഡേയ്സ് ആയപ്പോഴേക്കും ഡിസ്ലൈപ്പിഡീമിയ മാറി. നെക്സ്റ്റ് ഈ ട്രോപ്പോണിൻ ലെവലാണ്. ട്രോപ്പോണിൻ ലെവൽ ആക്ച്വലി തുടങ്ങുമ്പോൾ, അതായത് ഹാർട്ട് പേഷ്യൻസിന് നമ്മൾ ഈ
ഹാർട്ടിൻ്റെ മസിലിൻ്റെ ഡാമേജ് മിക്കവാറും നമ്മൾ ഈ സാധാരണ നമ്മളൊക്കെ നോക്കുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു നെഞ്ചുവേദനയായിട്ട് ചെന്നാൽ നമ്മൾ ആദ്യം ബ്ലഡ് നോക്കുന്നതിനകത്ത് ട്രിപ്പോണിനായിരിക്കും നോക്കുന്നത്. ട്രിപ്പോണിൻ പോസിറ്റീവാണ്, അതിൻ്റെ അടുത്ത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ നമ്മൾ അറ്റാക്കായിട്ട് വന്നിരിക്കുന്നതാണ് ട്രിപ്പോണിൻ ഒത്തിരി കൂടാം. ഈ ചിലർക്ക് അഞ്ചൈന ഉണ്ടല്ലോ, അതായത് ഇടയ്ക്ക് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് ബ്ലോക്ക് മാത്രം, അറ്റാക്കില്ല, അതായത് പെട്ടെന്നൊരു അടവ് വന്നിട്ടില്ല, 80% 90% ഒക്കെ അടവിൽ നിൽക്കുന്നത്, അവർക്കാണെങ്കിൽ ഇത് കൂടുതലുണ്ടാകും. അപ്പോൾ അവരുടേത് ശരിക്കും പറഞ്ഞത് ഈ ട്രിപ്പോണിൻ്റെ ഇവരുടെ കേസിലും ഈ ട്രിപ്പോണിൻ ലെവൽ കൂടുതലുണ്ടായിരുന്നു. കാരണം ഇവർക്ക് മയോപ്പതി ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു സ്കീമിക് ചേഞ്ചസ് വരുന്നുണ്ടാകും, അതുകൊണ്ടായിരിക്കണം കൂടുതൽ ഈ ഇത് കൂടി നിൽക്കുന്നത്. 28.2, 26.5, 15th ഡേ ആയപ്പോഴേക്കും അത് 19.7 വന്നു. പിന്നെ ശരിക്കും 30 days വന്നപ്പോൾ പിന്നെ അത് 23.7 കൂടുകയാണ് ചെയ്തത്. 60th ഡേ ആയപ്പോൾ അത് 21.4 എത്തി. പിന്നെ നെക്സ്റ്റ് വന്നപ്പോഴേക്കും വീണ്ടും അത് 20.5 കുറഞ്ഞു. പിന്നെ ഒരു 180 ഡേ ആയപ്പോഴേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് കുറഞ്ഞു, ഒരു 15.6. ഇപ്പോഴും നോർമലായിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതന്നെ മസിൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇപ്പോഴും അവിടുത്തെ തിക്നിങ് ഒന്നും മാറിയിട്ടില്ല. പേഷ്യൻ്റ് കംഫർട്ടബിളായി. 180 days വരുമ്പോഴേക്കും ഷീസ് ടോട്ടലി ഫ്രീ ഓഫ്, ഈവൻ അതിന് മുമ്പ് തന്നെ എത്രയാണ് 60 days ആയപ്പോഴേക്കും സിംറ്റം ഫ്രീ ആയി. അവരുടെ ബോഡി കോമ്പോസിഷനൊക്കെ മച്ച് മോർ എല്ലാം പെർഫെക്റ്റ് ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 180 ആയിട്ട്. പക്ഷേ എന്നാലും അവരുടെ ട്രിപ്പോണിൻ ലെവൽ മാത്രം മാറിയിട്ടില്ല. കാരണം അവിടെ മയോകാർഡിയൽ തിക്കനിങ് ഇപ്പോഴും അവിടെ ഉണ്ട്, അത് ചെറുതായിട്ട് പതുക്കി അത് കുറഞ്ഞു വരുള്ളൂ. അപ്പോൾ ആ മസിൽ റീഅബ്സോർപ്ഷൻ്റെ ഭാഗമായിട്ട് ആ മസിലിൽ നിന്ന് വരുന്ന ചില പ്രോട്ടീനുകളാണ് ഈ ട്രിപ്പോണിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിരിക്കണം, അതുകൊണ്ടാവണം ഈ ട്രിപ്പോണിൻ ലെവൽ കറക്റ്റ് ചെയ്യാതെ നിൽക്കുന്നത്. ഇനി മോസ്റ്റ് പ്രോബ്ലി ഇതിൻ്റെ 1 year ഒക്കെ ആകുമ്പോഴേക്കും അത് കറക്റ്റ്, അത് നമ്മൾ നോക്കിയാലേ ആയിട്ടുള്ളൂ. 1 yearൻ്റെ ഒരു ടൈം ആയിട്ടില്ല ആക്ച്വലി, അത് 1 year വന്നിട്ടില്ല. അപ്പോഴേക്കും എന്ത് വ്യത്യാസം വരും? ട്രിപ്പോണിൻ ലെവൽ ആക്ച്വലി ഈ ട്രിപ്പോണിൻ ഒഴിച്ച് ബാക്കി ഒരു കാര്യവും നമുക്ക് പാരാമീറ്റേഴ്സിൽ കാർഡിയാക് പാരാമീറ്റേഴ്സിൽ അബ്നോർമൽ ആയിട്ടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു കൺജനിറ്റൽ പ്രോബ്ലമാണ്, ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയാണ്. അത് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ട് ജസ്റ്റ് ഫുഡും എക്സസൈസും വെച്ച് കറക്റ്റ് ചെയ്ത് അങ്ങനെ സിംറ്റം ഫ്രീ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എക്കോ എടുത്തപ്പോഴും ഇപ്പോഴും അവർക്ക് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ഉണ്ട്, അവർക്ക് പ്രോബ്ലം ഉണ്ട്. അത് 10 years ബാക്ക് ഡയഗ്നോസ് ചെയ്ത് അതിനു മുമ്പ് മേ ബി അവരിപ്പം 30-30 വയസ്സിൽ നോക്കുമ്പോഴും അവരുടെ ഈ മയോകാർഡിയൽ തിക്നെസ് കൂടിയിട്ടുണ്ടാവണം. അപ്പോൾ അത് പെട്ടെന്ന് മാറുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നമ്മൾ നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്തപ്പോൾ കാർഡിയാക് വർക്ക് ലോഡ് കുറച്ച് കഴിഞ്ഞപ്പം പേഷ്യൻറ്റിന് കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേകത. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഹെറിഡിറ്ററി ആൻഡ് കൺജന്റൽ ആയിട്ടുള്ള ഒരു ഹാർട്ട് കണ്ടീഷന് നമ്മൾ ജസ്റ്റ് ഫുഡും എക്സസൈസും വെച്ച് അല്ലെങ്കിൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അതിൽ വരുന്ന ആകെ ഫുഡും എക്സസൈസും മാത്രമാണ്, അത് വെച്ച് കറക്റ്റ് ചെയ്യുമെന്ന് പറയുമ്പം അതെങ്ങനെ പോസിബിൾ ആവും? അതെന്തായിരിക്കും അതിനകത്ത് സയൻസ് എന്ന് നോക്കിയാൽ അപ്പോൾ അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എയിം ചെയ്യുന്നതും അവരുടെ ബോഡി കോമ്പോസിഷൻ മാക്രോ ലെവൽ, അതായത് നമ്മൾ കാണുമ്പോഴും അതുപോലെ മൈക്രോ ലെവലിലും കറക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഇവർക്ക് വരുമ്പോൾ ശരിക്കും 60 kg ആണ് അവരുടെ തൂക്കം. 159 cm ഹൈറ്റുള്ള ആൾക്ക് 60 kg തൂക്കമുണ്ട്. അപ്പം 8th ഡേ ആയപ്പോഴേക്കും തന്നെ ഒരാഴ്ച ആയപ്പോഴേക്കും അവരുടെ സിംറ്റംസിന് നല്ല ഡിഫറൻസ് വന്നു. അപ്പോഴേക്കും അവർ 2 kg 58 വെയിറ്റ് കുറഞ്ഞു. നെക്സ്റ്റ് 15th ഡേ ആയപ്പോൾ 57 ആയി. 30th ദിവസം ആകുമ്പോഴേക്കും അവർ 54.8 വന്നു. 60 ദിവസം ആയപ്പോൾ 52.8, 90 ദിവസം ആയപ്പോഴേക്കും 49.9, 180 ഡേ ആയപ്പോഴേക്കും 48.4. അപ്പം അത്രയും 6 മാസം കൊണ്ട് അവർ 12 kg കൂടുതൽ കുറഞ്ഞു. ഇവൻ 60 ദിവസം ആയപ്പോഴേക്കാണ് ടോട്ടലി സിംറ്റം ഫ്രീ ആയെന്ന് പറയുന്നത്. അപ്പോഴേക്കും അവർ 8 kg ഓൾമോസ്റ്റ് 8 kg കുറഞ്ഞ് വന്നു എന്നുള്ളതാണ്. ഇപ്പം ജസ്റ്റ് വെയിറ്റ് കുറയുക എന്നുള്ളതല്ല, അതിനകത്ത് കൊഴുപ്പ് മാത്രം കുറയുകയും മസിലും ബോണും ബിൽഡപ്പ് ചെയ്യാനുമാണ് ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഹാർട്ടിനാണെങ്കിലും രക്തക്കൊള്ളികൾക്കൊക്കെ എന്തെങ്കിലും കുറവ് കറക്റ്റ് ന്യൂട്രീഷൻ കൊടുത്ത്, ഇപ്പോൾ ഈ കൂടുതൽ മസിലൊക്കെ ഉള്ളപ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി കൂടെ ബ്ലഡ് വെസൽസ് ഒരു നാച്ചുറൽ ബൈപ്പാസ് പോലെ കൊടുക്കാൻ പറ്റിയാലും അതും മതി ഈ ഹാർട്ട് കറക്റ്റായിട്ട് പമ്പ് ചെയ്യാനായിട്ട്. ഈ മസിൽ കട്ടി വയ്ക്കുമ്പോൾ അതിനകത്ത് രക്തക്കൊള്ളികൾ അടഞ്ഞും കൂടി ഇരിക്കുകയായിരിക്കും. പ്രത്യേകിച്ച് ഈ കൊഴുപ്പ് ഇപ്പം നമ്മളിവർക്ക് ആൻജിയോഗ്രാമോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അവരുടെ രക്തക്കൊള്ളികളിൽ അടവും കൂടെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഈ രക്തക്കൊള്ളികളൊക്കെ തുറന്ന് ഈ ഹാർട്ടിൻ്റെ ഭിത്തിക്കൊക്കെ കൂടുതൽ രക്തഓട്ടം കിട്ടാൻ തുടങ്ങിയതുമാണ് ഇവരുടെ സിംറ്റംസിന് കുറവ് വരാനുള്ള കാരണം. BMI ആണെങ്കിലും 23.7 നമ്മൾ ലോ നോർമൽ, അതായത് ഇത് ഹൈ നോർമൽ അല്ല, മോർ ദാൻ ഇതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. അതിൽ നിന്ന് 180 days കൊണ്ട് അത് 19 കൊണ്ടുവന്നു, ലോ നോർമലിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും 48 kg വന്നു. നെക്സ്റ്റ് അവർ
ബി പി അല്ലെങ്കിലും അവർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അബ്ഡോമിനൽ സർക്കംഫറൻസ് 97 നിന്ന് 72 വന്നു. ബോഡി ഏജ് ശരിക്കും 5 വയസ്സ് കൂടുതലായിരുന്നു. 50 വയസ്സുള്ള ആൾക്ക് 55 വയസ്സായിരുന്നു കാണിച്ചിരുന്നത്. അത് ശരിക്കും 42 കൊണ്ടുവരാൻ പറ്റുന്നുള്ള. ശരിക്കും 50 വയസ്സുള്ള ആൾക്ക് ഇപ്പം 42 ബോഡി ഏജ്. അതായത് 8 വയസ്സ് ഉള്ളതിൽ നിന്ന് കുറയ്ക്കാൻ, അതായത് ടോട്ടൽ കുറഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 13 വയസ്സ് കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ ഫാറ്റ് പെർസെൻറ്റേജ് 35.2 ഉണ്ടായിരുന്നത് കുറച്ച് 27.8 കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടെ ഇനിയും കുറഞ്ഞാലും കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോഡി ഏജ് ഫാറ്റ് പെർസെൻറ്റേജ് ഒരു 25 കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷെ അവർ ടോട്ടലി സിംറ്റം ഫ്രീ ആണ്, എല്ലാ ആക്ടിവിറ്റീസും പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മളിതൊന്ന് സമ്മറൈസ് ചെയ്താൽ എന്താണ് ഈ പേഷ്യൻറ്റിന് വന്ന ഒരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട, മറ്റുള്ളവർക്ക് കിട്ടാവുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും കരുതും ഹെറിഡിറ്ററി പ്രോബ്ലം ആണ്, അതിന് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന്. ഇപ്പോൾ നമുക്ക് കാണാൻ നമ്മുടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും ഒക്കെ ഒരു പരിധി ഒരു ഹെറിഡിറ്ററി കൂടെയാണ്. ഇതൊക്കെ എല്ലാം തന്നെ ഫാമിലിയിലല്ലേ. പക്ഷേ ഏത് ഫാമിലിയിലായിട്ടുള്ള ഇങ്ങനത്തെ ഈ ക്രോണിക്കലി പ്രോഗ്രസ് ചെയ്ത് വരുന്ന ഡിസീസ് ആണെങ്കിലും നമ്മളുടെ ബോഡിയെ കറക്റ്റ് ചെയ്ത്, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത്, ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്ത് നിർത്തിയാൽ അത് പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസ് കുറയുന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് അസുഖമാണ്, ഈവൻ ക്യാൻസർ, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള പേരൻസിൻ്റെ അമ്മയുടെ മകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ അത് വരണമെന്നുണ്ടെങ്കിലും നമ്മൾ അതിന് അനുകൂലമായിട്ടുള്ള, ക്യാൻസറിന് അനുകൂലമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഘടകങ്ങളും കൂടെ വരുമ്പോഴാണ്. ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു ക്യാൻസറോ ഏത് അസുഖമാണെങ്കിലും നമുക്ക് ഫെമിലിയൽ പ്രിഡിസ്പോസിഷൻ ഉണ്ടെങ്കിലും നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ മാനേജ് ചെയ്യുവാണെങ്കിൽ ഈവൻ ഏത് അസുഖത്തിനാണെങ്കിലും നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാതെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇവരുടെ കാര്യത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാതെ ഹാർട്ടിൻ്റെ മസിലിൻ്റെ തിക്നെസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയും കൂടുന്നില്ല, പക്ഷേ അത് ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് കുറയാനാണ് തുടങ്ങിയിരിക്കുന്നത് നമ്മൾ ഈ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പം. കാരണം ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കൂടുവാണല്ലോ. അപ്പം നമുക്കറിയാം, നമ്മൾ കുറേ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് ഇപ്പം എല്ലാവരും ജിമ്മിലൊക്കെ പോയി ബൈസെപ്സൊക്കെ മസിലൊക്കെ കൂട്ടി വെക്കുമല്ലോ. പക്ഷെ അത് ചെയ്യാതെ ഇരുന്ന് കഴിയുമ്പം ഈ വലിയ വെയ്റ്റ് ലിഫ്റ്റിങ്ങും ഒക്കെ നിർത്തി കഴിയുമ്പോൾ മസിലൊക്കെ കുറഞ്ഞു പോകുന്ന കാണാമല്ലോ. ഇത് തന്നെ ഹാർട്ടിൻ്റെ കാര്യത്തിൽ നടക്കും. നമ്മൾ ഈ കൊഴുപ്പൊക്കെ അടിഞ്ഞ് ഓവർ വർക്ക് ലോഡ് ഹാർട്ടിന് വന്നപ്പോഴാണ് ഇത് വന്നത്. അത് കുറഞ്ഞു വരുമ്പോൾ കുറച്ചെങ്കിലും കുറഞ്ഞു വരാം. പിന്നെ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ഇപ്പം 50 വയസ്സായി ഒരു 10, 30, 40 വർഷം കൂടെ ഹാർട്ടിന് പ്രോബ്ലം ഒന്നും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇത് ഈ ദിവസത്തിന് മാത്രമല്ല, ഇത് മറ്റുള്ളതിനും ആപ്ലിക്കബിളാണ്. പിന്നെ ജനറലി നമ്മൾ കാണാറുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത് ഇങ്ങനെ ഹെറിഡിറ്ററിയും വരാം, അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കാണ് വരുന്നത്. അമിത രക്തസമ്മർദ്ദം ഉള്ളവർക്ക് പലപ്പോഴും എക്കോകാർഡിയോഗ്രാം നോക്കുമ്പോൾ അതിനകത്ത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്ന് കാണാം. ജനറലി ഒരു ടെൻഡൻസി, ഇപ്പം ആരെങ്കിലും ഒരു ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയോ എന്തെങ്കിലും കണ്ടുപിടിച്ചാലും ഒരു ടെൻഡൻസി ഉണ്ട് ബി പിക്ക് മരുന്ന് കഴിക്കുക. അപ്പം ബി പി ഉള്ളവർക്ക് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വരാൻ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ബി പി ഇല്ലെങ്കിലും ബി പിക്ക് മരുന്ന് കഴിക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഐഡിയലി നമുക്ക് ഒരു ഫാമിലിയിലായിട്ട് ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയൊക്കെ ഉള്ളവർ നമുക്ക് ഇത് അത്ര റെയർ ഡിസീസ് അല്ല, പക്ഷേ ഇത്രയും സിംറ്റംസിലേക്ക് പോകുന്നത് റെയർ ആണെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ സിംറ്റംസിലേക്ക് പോകുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. അവർ പിന്നെ കാർഡിയോളജി യൂണിറ്റും ഇങ്ങനെ കഷ്ടതയിൽ ഇരിക്കുകയായിരിക്കുമല്ലോ ചെയ്യുന്നത്, നമ്മൾ അറിയാതെ പോകുന്നതാണ്. ഇത്തരം രോഗികൾ പലരും ഉണ്ട്, ഒത്തിരി പേരും ഉണ്ട് നമ്മുടെ ഇടയിൽ. മറ്റേ ബ്ലോക്ക് പോലെ ഇങ്ങനെ ഹാർട്ടിൻ്റെ രക്തക്കൊള്ളികൾ ബ്ലോക്ക് വരുന്ന പോലെയുള്ള അത്രയും നമ്പറില്ല. പക്ഷേ അല്ലാതെ തന്നെ ഈ ഹെറിഡിറ്ററി ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ഉണ്ട്. അതുപോലെ ഈ ബി പി പ്രഷർ കൂടുന്നവർക്ക് വരുന്ന ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയും നന്നായിട്ട് ഒത്തിരി പേരിലുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത്, ശരിക്കും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ബി പി കൺട്രോൾ ചെയ്യാൻ വളരെ ഈസിയാണ്. 3-4 മരുന്ന് കഴിക്കുന്നവർക്ക് പോലും വിതിൻ 1 or 2 months കൊണ്ട് എല്ലാ മരുന്നും കുറച്ച് നമുക്ക് ബി പി നോർമലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. യൂഷ്വലി 2 മാസം പോലും വേണ്ടി വരില്ല, മിക്കവാറും 1 month കൊണ്ട് തന്നെ ബി പി നോർമലാക്കാം. അപ്പോൾ തന്നെ നമ്മളുടെ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ റിസ്ക്കും നമുക്ക് അതുകൊണ്ട് വരാവുന്ന ഹാർട്ട് അറ്റാക്ക്, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ കൂടി അവിടെ മസിൽ തടിച്ചു വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരാം. അതാണ് ഇതിൻ്റെ എല്ലാം റിസ്ക്. മസിൽ കൂടുന്നതനുസരിച്ച്, ഹാർട്ടിലെ മസിലിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഹാർട്ട് അറ്റാക്ക് പോസിബിലിറ്റി കൂട്ടും. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം ബി പി ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് പോസിബിലിറ്റി കൂടുതലാണല്ലോ. അപ്പോൾ അതും കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ജനറലി ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്, ഹെറിഡിറ്ററി പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ നമുക്ക് ആ രോഗത്തിൽ നിന്ന് മാറാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ക്ലിനിക്കൽ സപ്പോർട്ടുകളും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ
ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും അതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. 1. ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിനു ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. 2. വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോഇമ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90% ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയകളിൽ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. രോഗത്തിന്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടുപിടിച്ച് പരിഹരിക്കാനും അതിലൂടെ രോഗത്തിൽ നിന്നും മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ ചികിത്സ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിന്റെയോ ഓപ്പറേഷന്റെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. രോഗത്തിനൊപ്പം മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും പാർശ്വഫലങ്ങൾ രോഗിയുടെയും ബന്ധുക്കളുടെയും ജീവിതം ദുസ്സഹമാക്കാൻ ഇടയാക്കരുത്. മരുന്നുകളിൽ നിന്ന് മുക്തി നേടാനായി ജീവിതശൈലി ക്രമപ്പെടുത്താൻ എല്ലാവരും തയ്യാറാകണം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രോത്സാഹിപ്പിക്കണം. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ജീവിതശൈലി ക്രമീകരണത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും മറ്റ് സീരീസുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും കൂടുതൽ അറിയാനാവും. പ്ലേലിസ്റ്റ് കാണുക. ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്നും മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറകളെ, നമ്മുടെ കൊച്ചുമക്കളെ രാസമലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവണം, ബോധവൽക്കരണം ഉണ്ടാകണം. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. താങ്ക് യു.